നമസ്കാരം. സ്വർഗീയ ഭോജ്യം തേടുന്ന പ്രഭാതമാണ് നോമ്പിൻ്റേത്. മന്നായെക്കുറിച്ച് നീസായിലെ സെയിൻറ്റ് ഗ്രിഗറിയുടെ വ്യാഖ്യാനമാണ് ഇവിടെ ചേർക്കാനായി തോന്നുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം ഒരു വിത്തിൽ നിന്ന് മുളയ്ക്കുന്നതല്ല, മണ്ണിലെ അധ്വാന ഫലമല്ല, വിതയും കൊയ്ത്തും അശേഷം ഇല്ലാത്തതാണ്. വിണ്ണിൽ നിന്ന് ഇറങ്ങി വരുന്നതും മണ്ണിൽ പ്രത്യക്ഷമാകുന്നതുമാണ്. ഈ പ്രതീകങ്ങളിലൂടെ നിത്യമായ അപ്പത്തെ നാം തിരിച്ചറിയുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പം രൂപരഹിതമായ ഒന്നല്ല. അശരീരിയായ ഒന്നിന് ശരീരത്തെ പോഷിപ്പിക്കാനാവുന്നത് എങ്ങനെയാണ്? ഇത് ശരീരം ധരിച്ചതാണ്. എന്നാലോ ഈ അപ്പത്തിൻ്റെ ഭൗതിക ശരീരം ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് ഉഴവും വിതയും കൂടാതെയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ അപ്പമായ ക്രിസ്തുവിനായാണ് നാം ഓരോ പ്രഭാതത്തിലും ഒരുങ്ങുന്നത്. സകല ലൗകിക ദാഹങ്ങളെയും വിശപ്പുകളെയും അവൻ ശമിപ്പിക്കുന്നു. എന്നാൽ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. വിശുദ്ധ തോമസ് അക്കംബിസിൻ്റെ വാക്കുകൾ കൂടെ ശ്രദ്ധിക്കുക. ലോകത്തിൽ ഒരിടത്ത് മാത്രം വിശുദ്ധ കുർബാന സമർപ്പിക്കപ്പെടുകയും ഒരു വൈദികൻ മാത്രം പരികർമ്മം ചെയ്യുകയുമായിരുന്നുവെങ്കിൽ ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നതിന് മനുഷ്യർക്ക് എത്രയധികം ആഗ്രഹമുണ്ടാകുമായിരുന്നു എന്നാണ് നിനക്ക് തോന്നുന്നത്. നമസ്കാരം.